അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് സുമ മറിയം. ഞാൻ വണ്ടാഴി ഇടവകയിൽ നിന്ന് വരുന്നു. ഇടവക എന്ന് പറയുമ്പോൾ ലത്തീൻ ഇടവകയാണ്. അതെ, പാളയം പള്ളി, വടക്കഞ്ചേരിയിലുള്ള പാളയം പള്ളിയാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ. അവന് +1 അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. അവന് മാർക്ക് ഉണ്ടെങ്കിലും എന്തുകൊണ്ടെന്ന് അറിയില്ല, അവന് 3 സപ്ലൈ കഴിഞ്ഞിട്ടും അവന് അത് കിട്ടിയില്ല, അലോട്ട്മെൻറ്റിൽ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരൊരു വിദ്യാർത്ഥിയാണ്, പക്ഷേ അവർ ഈശോയെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, നീ ഈശോയെ പ്രാർത്ഥിക്കുക. എൻ്റെ അനുഭവം ഞാൻ അവനോട് പറഞ്ഞു. 2 വർഷമായി ഞാൻ മാമോദിസ സ്വീകരിച്ചിട്ട്. പക്ഷേ എൻ്റെ അനുഭവം ഓരോ ഈശോയെ വിശ്വസിച്ചാൽ നിനക്ക് തീർച്ചയായും ഇത് കിട്ടും. പക്ഷെ അവർക്ക് ആർക്കും അതിലൊരു വിശ്വാസം വന്നില്ല. എങ്കിലും ഞാൻ തീഷ്ണതയോടെ ഞാനിന്ന് പ്രാർത്ഥിച്ചു. അവന് ലാസ്റ്റ് അത് കിട്ടി. ഒരു കല്ലിങ്കൽപ്പാടം സ്കൂൾ അലോട്ട്മെൻറ്റ് ശരിയായത് കിട്ടി. രണ്ടാമത്തത് 3 അലോട്ട്മെൻറ്റിലും മാർക്കുണ്ടായിട്ടും അഡ്മിഷൻ കിട്ടിയില്ല എവിടെ. പക്ഷേ ഈ സഹോദരിയുടെ തീക്ഷ്ണമായ പ്രാർത്ഥന, ക്രിസ്തുവിനെ അറിഞ്ഞു, മാമോദിസ സ്വീകരിച്ചു, വിശ്വാസത്തിലേക്ക് വന്നു. ആ വിശ്വാസത്തിൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ അനുഗ്രഹിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവം വലിയൊരു അനുഗ്രഹം അവരുടെ കുടുംബത്തിൽ ചൊരിഞ്ഞു. നല്ലൊരു കയ്യടി കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറേ പനികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതായത് നല്ല പനിയായിരുന്നു എനിക്കും മോനും. മോൾക്കും പനിയായി. അവസാനം എൻ്റെ ഹസ്ബൻഡ് ഇവിടെയില്ല, കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്. അമ്മയില്ല, ഞങ്ങൾ 3 ഇവിടെ. പക്ഷേ ഞങ്ങളുടെ നാളെ മഴ പെയ്തപ്പോൾ വെള്ളം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം വരെ എത്തി. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാലോചിച്ചിട്ട് എല്ലാവരും പറഞ്ഞു മാറിക്കോ, ഇവിടെ നിന്ന് മാറി. പക്ഷേ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളൊരു സമയമില്ല, കാരണം 2 പാലം മുങ്ങി, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം പനി വന്നു. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഈശോയെ. അപ്പം ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ച് അവനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എനിക്കും വയ്യ, ഞാൻ തന്നെ അവനെ കൊണ്ടുപോയപ്പോൾ അവന് പനി മരുന്ന് കൊടുത്തു, മാറി. പിന്നെയും പനി മാറുന്നില്ല. മാറാതിരുന്നപ്പോൾ പിന്നെയും ഞാൻ ദൈവമേ എന്താ ചെയ്യും, ഞാൻ പ്രാർത്ഥിച്ചു. ജ്ഞാനം 16:12 മരുന്നോ ലേപനമല്ല, തൻ്റെ വചനമാണ് സുഖപ്പെടുത്തുന്നത്. ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും പിന്നെ പനി കുറവാകുന്നേ ഇല്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല, നോർമലാണ് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ അവനില്ല. അപ്പോൾ ഈശോ എന്നോട് ആരാന്നല്ല മനസ്സിലേക്ക് ഇങ്ങനെ പറയണം, അവന് പേടിച്ചിട്ടുണ്ട്. ലൂക്ക 6:19 2-3 വചനം വെച്ച് ഞാൻ ഫോൺ ഓണാക്കിയിട്ട് ഞാൻ ഫുൾ ടൈം രാത്രി മുഴുവനും ഫോണിലൂടെ ആരാധന കൂടി. എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. ഒരു 3-3:30 ആയപ്പോഴാണ് ഈശോ ഞാൻ ഒന്ന് കിടന്നുറങ്ങട്ടെ, എത്ര നേരം വരെ ഞാൻ പ്രാർത്ഥിച്ചില്ലേ. പിന്നെയും എൻ്റെ മനസ്സിലില്ല, ഞാൻ എന്തായാലും എൻ്റെ മോന് പനി മാറുന്നില്ല. ഞാൻ തുണി നനച്ച് തുടച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടുമല്ല ഈശോയെ. പിന്നെ ഞാൻ മത്തായി 8:16 ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും 4:30 ആകുമ്പോഴേക്കും എൻ്റെ മോൻ്റെ പനി മാറി പൂർണ്ണമായി. അവൻ ആ സമയത്ത് ഞെട്ടിയിട്ട് ബ്ലഡ് മുഴുവനും എന്താണെന്ന് അറിയില്ല, കാരണം എനിക്ക് വിളിക്കാൻ ആരുമില്ല. പ്രാർത്ഥിച്ചു, തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പനി മാറി. ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.